മലയാളത്തിലെ ആദ്യത്തെ ഹിറ്റ് തന്നെയാണ് ഈ പടം. അതിൽ യാതൊരു സംശയവും വേണ്ട. ചത്ത പച്ചയല്ല, ചത്ത പുച്ഛം മാത്രമേ ഈ സിനിമ കണ്ടിട്ട് തോന്നുന്നുള്ളൂ. കാരണം മലയാളത്തിലെ മഹാനടനെ മമ്മൂക്ക കൊണ്ടുവന്നിട്ട് പോലും ഒരു ഇമ്പാക്റ്റ് ഈ പടത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഫുൾ ആക്ഷനാണ്, ഫുള്ളി റെസ്ലിംഗ് അങ്ങനത്തെ പരിപാടിയാണ്. പടം നൈസ് ആയിരുന്നു, പക്ഷെ മമ്മൂട്ടി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ലോ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ വൻ ക്ലാസിക് പടമാണ്. അത്യാവശ്യം വാട്ടറിന്റെ പിള്ളേരെ തൊടാൻ പറ്റത്തില്ല, അത്രയ്ക്കും ക്ലാസിക് വിഷയം. കൊള്ളായിരുന്നു ബ്രോ, നല്ല പടമായിരുന്നു. പിന്നെ ഫുള്ള് റെസ്ലിംഗ് പരിപാടിയൊക്കെ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ആ ഒരു വൈബിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അല്ലാതെ സ്റ്റോറിയൊക്കെ നോക്കി വരുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. നല്ല ഒരു വൈബ് പടം, ആക്ഷൻ ഓറിയൻറ്റഡ്, ഫുൾ ആക്ഷനാണ്, ഫുള്ളി റെസ്ലിംഗ് അങ്ങനത്തെ പരിപാടിയാണ്. പെർഫോമൻസ് ഒക്കെ എസ്പെഷ്യലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ വിശാഖ് നായറില്ലേ, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളി വില്ലൻ ക്യാരക്ടറാണ്. പുള്ളിയുടെ ക്യാരക്ടർ പക്കയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ കുറച്ചുകൂടെ കുറച്ച് ടൈമേ ഉള്ളൂ, പക്ഷേ അത്രയും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻട്രിയൊക്കെ പക്കയായിരുന്നു. ചത്ത പച്ചയല്ല, ചത്ത പുച്ഛം മാത്രമേ ഈ സിനിമ കണ്ടിട്ട് തോന്നുന്നുള്ളൂ. കാരണം മലയാളത്തിലെ മഹാനടനെ മമ്മൂക്ക കൊണ്ടുവന്നിട്ട് പോലും ഒരു ഇമ്പാക്റ്റ് ഈ പടത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമേ റിവ്യൂ ആയിട്ട് തന്നെ പറയുകയാണ്. അതിനകത്ത് നോ ഡൗട്ട് എന്നറിയാലോ. ലാലേട്ടൻ, ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടനോട് എന്ത് വിരോധാഭാസമാണ്? നമുക്ക് മലയാള സിനിമയിൽ കഥ പറയുമ്പോൾ സിനിമ മമ്മൂട്ടി ഗസ്റ്റായിട്ട് വന്നിട്ടില്ലേ? നമ്മൾ ഇന്നും കാണുന്നില്ലേ? ഇന്നും കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് മനസ്സ് കാണിക്കുന്നില്ലേ? ഇവിടെ ചില ആൾക്കാർക്ക് അന്ധമായിട്ടുള്ള ഫാൻസാണ്, അന്ധമായ ആരാധന. അങ്ങനെ അന്ധമായ ആരാധന ഇല്ല. സിനിമ ഒരു എൻ്റർടൈനറാണ്, അത് നമ്മൾ കണ്ട് വിലയിരുത്തുക. അനാവശ്യമായിട്ടുള്ള കമൻസ് പറയുന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരുവിധം ആൾക്കാർക്ക് സുപരിചിതമാണ്. ഞാൻ എന്തിനിങ്ങനെ പറയേണ്ട ആവശ്യം? നിങ്ങൾ കാണുക, ബിലോ ആവറേജ് ആണ്. മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ട് പോലും ഈ സിനിമയ്ക്കകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ചത്ത പച്ചയല്ല, ചത്ത പുച്ഛം മാത്രമാണ്. ദിസ് ബിലോ ആവറേജ്. ഓക്കെ, ആക്ഷനൊക്കെ കുഴപ്പമില്ല എന്നേ പറയൂ. ദാറ്റ്സ് ഓൾ, ബിലോ ആവറേജ്. കാരണം ഒരു ഇമ്പാക്റ്റും ഇല്ല ഈ പടത്തിനകത്ത്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു, അത്രത്തോളം തന്നെയാണ്. എന്ന് വെച്ചാൽ വൻ ക്ലാസിക് പടമാണ്. അത്യാവശ്യം വാട്ടറിന്റെ പിള്ളേരെ തൊടാൻ പറ്റത്തില്ല, അത്രയ്ക്കും ക്ലാസിക് വിഷയം പടമാണ്. സീൻ പടമാണ് ബ്രോ. ആക്ഷനൊക്കെ ഒന്നും പറയാനില്ല. ആ റിങ്ങൊക്കെ പൊട്ടുന്ന ഒരു സീനുണ്ട്, അതിലാണ് പടം ഹിറ്റായത്. റിങ് പൊട്ടുന്ന അർജുനശോകൻ അടിച്ചു വീഴ്ത്തുന്ന ഒരു സീനുണ്ട്. മൊത്തത്തിൽ ക്ലാസിക്കാണ്. പടം നൈസ് ആയിരുന്നു, പക്ഷെ മമ്മൂട്ടി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ലോ ആയിട്ട് തോന്നി. ഭയങ്കര ക്രിഞ്ച് ഡയലോഗ്. കാരണം ഒന്നാമത്തെ ദിവസം കൊച്ചി സ്ലാങ് നമുക്ക് അത്രയും ഇതാവൂല, സെറ്റാവൂല. പ്രത്യേകിച്ച് പുള്ളി വന്ന് പറയുന്ന ഫസ്റ്റ് ഡയലോഗേ ക്രിഞ്ചാണ്. അപ്പോൾ പിന്നെ പടം നമുക്ക് ഭയങ്കര നെഗറ്റീവ് തോന്നി. പിന്നെ പുള്ളി ഉണ്ടെന്നുള്ള കാര്യം ടീം തന്നെയാണ് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ എന്തോ എനിക്ക് നമ്മളെ ബൽറാം താരാദാസ് ആ ഒരു ഹെയർ സ്റ്റൈലും പുള്ളി പരിപാടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊരു പടം ഓക്കെ ആയിരുന്നു, പിള്ളേരൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ, പടം വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. അതായത് ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ വന്ന 2026 ആദ്യത്തെ പടമാണ്. മലയാളത്തിലെ ആദ്യത്തെ ഹിറ്റ് തന്നെയാണ് ഈ പടം. അതിൽ യാതൊരു സംശയവും വേണ്ട. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു റേഞ്ചിൽ ഒരു നീറ്റ് മേക്കിംഗ് സൂപ്പറായിട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് കത്തിക്കലാണെങ്കിൽ സെക്കൻഡ് ഹാഫ് പെട്രോൾ ഒഴിച്ച് കത്തിക്കണമെന്നാണ് പറയാം. ആ റേഞ്ചിലാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്ക് മമ്മൂക്കയും കൂടെ കയറി വന്നപ്പോൾ ഒരു രക്ഷയില്ല. ഒരു പക്ക മാസ് പടം എങ്ങനെയാണ് ചെയ്യുന്നത്, മമ്മൂക്കയുടെ എൻട്രിക്ക് കൊടുക്കാനുള്ള എന്തുണ്ടോ അത് അതുപോലെ കൊടുത്തിട്ടുണ്ട്. പടം സെറ്റാണ്. ഒരു ഫാമിലി ആയിട്ട് കണ്ട് ആഘോഷിക്കാൻ പറ്റിയ എല്ലാ പടത്തിലുണ്ട്. എനിക്ക് ഫൈറ്റും ബാക്കി മേക്കിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട്. മമ്മൂട്ടിയുടെ ആദ്യമേ ഇങ്ങനെ ഹൈപ്പ് കയറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കുറേ പ്രതീക്ഷിച്ചു വലിയൊരു സംഭവം വരുമെന്ന്. പക്ഷേ ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കോമഡി ആയിരുന്നു പടം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പേഴ്സണലി. മേക്കിങ് ഫൈറ്റും ഒക്കെ നൈസായിട്ടുണ്ട്, കൊള്ളാം, അത്യാവശ്യമുണ്ട്. പക്ഷേ മമ്മൂക്ക എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല.